ദേ 5 മാർക്കിന് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ വഴിയിൽ വെച്ചിട്ട് ഒരു മുത്തശ്ശനെയും ഒരു കുട്ടിയെയും കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് 800 രൂപ കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ 800 രൂപയുടെ 3 ഭാഗം മുത്തശ്ശനെടുക്കണം, അതുപോലെ 2 ഭാഗം കുട്ടിയെടുക്കണം. അതായത് 800 രൂപ 2:3 എന്നുള്ള റേഷ്യോയില് വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ അവർക്കൊരു ചാലഞ്ച് കൊടുത്തതാണ്. എന്താണ്, 800 രൂപ 2 ആൾക്കും കൂടെ കൊടുത്തു, എന്നിട്ട് 2:3 എന്നുള്ള റേഷ്യോയില് വീതിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് 3 ഭാഗം മുത്തശ്ശനും 2 ഭാഗം കുട്ടിയോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെയാണ്, 2 ഭാഗം കുട്ടിയോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു, 3 ഭാഗം മുത്തശ്ശനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഭാഗം എത്ര ഭാഗമാക്കണ്ടേ, 2+3 ആകെ 5 ഭാഗമാക്കണ്ട് അല്ലെ. 2+3 ആകെ 5 ഭാഗമാക്കണ്ട്. ഈ ആകെയുള്ള 5 ഭാഗത്തിൽ 2 ഭാഗം കുട്ടിയോട് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതായത് 2/5 ഭാഗം കുട്ടിയോട് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 5 ഭാഗത്തിൽ 3 ഭാഗം മുത്തശ്ശനോടും എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതായത് 3/5 ഭാഗം മുത്തശ്ശനോടും എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. എത്ര രൂപയാ കൊടുത്തത്, 800 രൂപ. 800ന്റെ 2/5 5ൽ 2 ഭാഗം കുട്ടിയും എടുക്കണം. അതുപോലെ 800ന്റെ 3/5 5ൽ 3 ഭാഗം മുത്തശ്ശനും എടുക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എത്ര രൂപ കിട്ടും, മുത്തശ്ശന് എത്ര രൂപ കിട്ടും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കുട്ടിക്ക് എത്രയാണ്, 800ന്റെ 2/5 അല്ലേ. 800ന്റെ 2/5 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആണ്. 800ന്റെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 800ന്റെ 2/5 5ൽ 2 ഭാഗം എത്രയാണ് കിട്ടും, നമുക്ക് നോക്കി നോക്കിയാലോ. 2/5 × 800 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാ, ഒരു ഫ്രാക്ഷനെയും സാധാരണ സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷന്റെ മുകളിലുള്ളതായിട്ട് ആ സാധാരണ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ അതുപോലെ ഇട്ട് കൊടുക്കുക. 2 × 800 എത്ര, 2 × 800 1600 അല്ലെ. 2 × 800 1600. 1600 ഡിവൈഡ് ബൈ 5 അതുപോലെ ഇട്ട് കൊടുത്തു. 1600 ഡിവൈഡ് ബൈ 5 ചെയ്താൽ എന്ത് കിട്ടും, 320 എന്ന് കിട്ടും, 320 എന്ന് കിട്ടും. അപ്പൊ കുട്ടിക്ക് എത്ര രൂപയാണ്, 320 രൂപയാണ് കിട്ടുക. അതായത് 800ന്റെ 5ൽ 2 ഭാഗം, 800ന്റെ 2/5 എത്രയേ, 2/5 × 800 ആണ്. 2/5 × 800 ചെയ്താൽ 320 എന്ന് കിട്ടും, 320 എന്ന് കിട്ടും. കുട്ടിക്ക് എത്ര രൂപയാണ്, 320 രൂപയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശന് എത്ര കിട്ടുക, 800ന്ന് 320 പോയാൽ ബാക്കിയൊക്കെ മുത്തശ്ശനാണ് അല്ലെ. വേറെ രൂപത്തിലും കണ്ടെത്താം. മുത്തശ്ശൻ എന്താണ്, 800ന്റെ 3/5 ആണ്. 5ൽ 3 ഭാഗമാണ് മുത്തശ്ശന് കിട്ടുന്നത് അല്ലെ. അപ്പൊ 800ന്റെ 3/5 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 3/5 × 800 ചെയ്താൽ മതി അല്ലേ. മുത്തശ്ശന് എത്ര കിട്ടുക, 3/5 × 800 ചെയ്താൽ എന്ത് കിട്ടും, 480 എന്ന് കിട്ടും, 480 എന്ന് കിട്ടും. 480 രൂപയാണ് നമ്മുടെ മുത്തശ്ശന് കിട്ടുക. എത്രയാണ്, 480. അപ്പോ 800നെ 2:3 എന്നുള്ള റേഷ്യോയിൽ വീതിച്ചാല് 2 കിട്ടുന്ന ആൾക്ക് 320 കിട്ടും, 3 ഭാഗം കിട്ടുന്ന ആൾക്ക് 480 രൂപയും കിട്ടും. സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്തിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ രൂപത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരവും നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവര് വീഴ്ചെടുത്ത് കണ്ട് എനിക്ക് സന്തോഷമായി, അവരുടെ ചാലഞ്ചിൽ വിജയിച്ചല്ലോ, അപ്പൊ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ അവർക്ക് 4000 രൂപ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ 4000 രൂപയെ 1:4 എന്നുള്ള റേഷ്യോയിൽ വീതിക്കാൻ. അതായത് 4000ന്റെ 4 ഭാഗം മുത്തശ്ശനോട് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, 1 ഭാഗം കുട്ടിയോട് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇതാണ് 1 ഭാഗം കുട്ടിയോട് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, 4 ഭാഗം മുത്തശ്ശനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആകെ എത്ര ഭാഗമാക്കുന്നുണ്ട്, 1+4 ആകെ 5 ഭാഗമാക്കുന്നുണ്ട്. ആകെയുള്ള 5 ഭാഗത്തിൽ 1 ഭാഗം കുട്ടിയോടും അതുപോലെ ആകെയുള്ള 5 ഭാഗത്തിൽ 4 ഭാഗം മുത്തശ്ശനോട് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോ 4000ന്റെ 1/5 കുട്ടിക്കും 4000ന്റെ 4/5 മുത്തശ്ശനും കിട്ടും. 4000ന്റെ 1/5 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 4000 × 1/5 ചെയ്താൽ മതി. അതിന് ഉത്തരവും അതുപോലെ 4000ന്റെ 4/5 5ൽ 4 ഭാഗം കാണാൻ വേണ്ടിയിട്ട് 4000 × 4/5 ചെയ്താൽ മതി. അതിന് ഉത്തരവ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ കുട്ടിക്ക് എത്ര കിട്ടും, മുത്തശ്ശന് എത്ര കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ചോദ്യം ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. എക്സാമിന് എങ്ങനെ വരൂ ആ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്, എന്നാൽ എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മാഷ് ലൈവ് വരുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കൃത്യസമയത്ത് തന്നെ ലൈവിലുണ്ടാവണം. എല്ലാ ഫ്രണ്ട്സിനും അറിയിക്കണം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാം. ഇതുപോലെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കാണാം. ബൈ ബൈ.